ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത് അല്ലേ? അപ്പം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പുറമേയായിട്ട് കൂട്ടുകാർക്ക് ഇംഗ്ലീഷുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള കാര്യമാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് കൂടി നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ കൂട്ടുകാർ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും കൂട്ടുകാർക്ക് നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അപ്പൊ വെറും 89 രൂപയാണ് മന്ത്ലി നിങ്ങൾക്ക് ഇതിന് ചാർജ് വരുന്നത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589323710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അവിടെ എന്താ മക്കൾക്ക് ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാ വെച്ചാൽ മക്കൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വായിക്കാനായിട്ട് ഒരു കുഞ്ഞു സ്റ്റോറി തരും. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ അത്തരത്തിലൊരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ ഏതെങ്കിലും ഒരു സ്റ്റോറി തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൂട്ടുകാർക്കും മുഴുവൻ മാർക്കും, അതായത് 5 മാർക്കും മേടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള സ്റ്റോറി മക്കൾ ആദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും മക്കൾ എന്ത് ചെയ്യുക, സ്റ്റോറി ആദ്യം വായിക്കാം. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള 5 ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കിയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യത്തിന് ആൻസേഴ്സും നിങ്ങൾക്ക് എവിടെയാണ് ആ സ്റ്റോറിയിൽ ഉള്ളത് എന്നുള്ളത് മക്കൾക്ക് ശരിക്കും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഒരു പെൻസിലോ മറ്റോ ഒക്കെ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം മക്കൾ കറക്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് എവിടെ ഉണ്ടായിരിക്കും? നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ള പ്രവർത്തനം. അപ്പൊ ആരും എന്ത് ചെയ്യാൻ പാടില്ല, മാർക്ക് മിസ്സാക്കരുത്. അപ്പൊ ഞാൻ മിസ്സാക്കില്ല എന്നുള്ള കൂട്ടുകാരൊന്നും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനത്തെ ഒരു പ്രവർത്തനം വരികയാണെങ്കിൽ മുഴുവൻ മാർക്കും ഞാൻ മേടിക്കും എന്നുള്ള കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആനിമൽസും അതുപോലെ തന്നെ അവരുടെ യങ് വൺസിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചാപ്റ്ററിലൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ആനിമൽസിനും അതുപോലെ തന്നെ അവരുടെ യങ് വൺസിന്റെ പേരുകളൊന്നും പറയാം. അതിനുശേഷം നമുക്ക് ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഡോഗ് അല്ലെ. ഡോഗിന്റെ യങ് വൺ എന്താണ്? പപ്പിയാണ്. ദെൻ കൗവിന്റെ എന്താണ്? കാഫ്. ദെൻ ഹെന്ന്, ചിക്ക്, ഗോട്ട്, കിഡ്, ലയൺ, കബ്, കാറ്റ്, കിറ്റൻ, ബേർഡിന്റെ എന്താണ്? ചിക്കാണല്ലേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ മക്കൾ നിങ്ങളുടെ നോട്ടിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് കൂടി ചെയ്യണം, അതിന്റെ സ്പെല്ലിംഗ് കൂടി പഠിക്കുക കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിലൊക്കെ എന്താണ് സ്പെല്ലിങ്ങിനൊക്കെ വളരെയധികം മാർക്ക് ഉള്ളതാണ്. ഇംഗ്ലീഷിൽ നമുക്കറിയാം കുറെ കാര്യങ്ങളൊന്നും എഴുതാനായിട്ട് ഉണ്ടായിരിക്കില്ല, പക്ഷെ എഴുതുന്ന കാര്യങ്ങളുടെ സ്പെല്ലിംഗ് എന്താവണം മക്കളെ, കറക്റ്റ് ആണ്. എങ്കിലേ നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം യങ് വൺസിന്റെ പേര് പഠിക്കാം, അതോടൊപ്പം തന്നെ അവരുടെ സ്പെല്ലിംഗ് കൂടി മക്കൾ പഠിക്കാം. ഓക്കെ, മക്കൾക്ക് ഏത് രീതിയിലാണ് ഈ ചോദ്യം ചോദിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കും. ഒരു സൈഡിൽ ആനിമൽസിന്റെ പേരും അതുപോലെ തന്നെ ഒരു സൈഡില് അവയുടെ യങ് വൺസിന്റെ പേര് വന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, അതിന്റെ ഓരോ ആനിമൽസിനും അവിടെ യങ് വൺസിലോട്ട് വരച്ചു ചേർക്കാനായിട്ട് പറയാം. ചിലപ്പോൾ മക്കൾക്ക് ആഡ് മോർ ലൈൻസ് എന്നുള്ള രീതിയിലും ഈ ഒരു ചോദ്യം കണ്ടുവരാറുണ്ട് കേട്ടോ. അതായത് നോക്കിക്കേ, മക്കൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആഡ് മോർ ലൈൻസ് എന്നുള്ളത് മക്കൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം. ഈ ഒരു ചെറിയ, അതായത് നമ്മുടെ ആനിമൽസിനെ അതുപോലെ തന്നെ അവരുടെ യങ് വൺസിനെയും വെച്ചുകൊണ്ട് എന്ത് വരും, ആഡ് മോർ ലൈൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് പ്രയാസമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഒരു 4 വരി അല്ലെങ്കിൽ 8 വരിയൊക്കെ എന്ത് തന്നിട്ടുണ്ടായിരിക്കും, ആ ഒരു സോങ് തന്നിട്ടുണ്ടായിരിക്കും. അതിലേക്ക് കുറച്ചധികം വരികൾ, ഒരു 4 വരികളൂടി മക്കളോട് എഴുതാനായിരിക്കും പറയണ്ടായിരിക്കും. അപ്പൊ ഈ യങ് വൺസിന്റെ പേര് വെച്ചിട്ടായിരിക്കും തരിക. ചിലപ്പോൾ ഡക്കിന്റെ ഒക്കെ, അതായത് നമ്മുടെ ഡക്കിന്റെ കുഞ്ഞിന് എന്താ പറയാ, നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡക്കിന്റെ കുഞ്ഞിന് എന്താണ് പറയാ, ഡക്ലിംഗ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് മക്കൾക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആനിമൽസിന്റെയും യങ് വൺസിന്റെയും പേരുകൾ പഠിച്ചാലേ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ.
അത് നമ്മൾ നമ്മുടെ പാഠഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വരും, നല്ല ഭംഗിയുള്ള ഒരു ചിത്രം തന്നിട്ട് ആ പിക്ചറിനെ എന്ത് ചെയ്യാൻ വരും, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് പറയും. ചിലപ്പോൾ നിങ്ങളുടെ വില്ലേജിന്റെയോ അല്ലെങ്കിൽ ഒരു ഗാർഡന്റെയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ തരുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും പിക്ചർ തന്നിട്ട് ആ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിരിക്കും പറയുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക, ആ പിക്ചറിൽ കണ്ടിട്ടുള്ള ഓരോ സാധനങ്ങളെ കുറിച്ചും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ എഴുതുക. ഇനി എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ. ഇപ്പൊ മിസ് പറഞ്ഞാൽ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഒരു വില്ലേജിന്റെ പിക്ചറോ അല്ലെങ്കിൽ ഒരു ഗാർഡന്റെ പിക്ചറോ ഒക്കെ തരികയാണെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും അല്ലെ. അപ്പൊ കൂട്ടുകാർക്ക് ആദ്യം തന്നെ ഏത് സെന്റൻസ് എഴുതാം, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് എഴുതാം. ഏതൊരു ഡിസ്ക്രിപ്ഷൻ തരുമ്പോൾ അതൊരു നല്ല ചിത്രമാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്ന് എഴുതാം. പിന്നെ മക്കൾ എന്ത് ചെയ്യുക, ദർ ഉപയോഗിച്ച്, ദർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എന്നാണ് അല്ലെ, THERE, ദർ എന്നുള്ള വേർഡ് ഉപയോഗിച്ച് മക്കൾക്ക് എന്ത് ചെയ്യാം, ചിത്രത്തിൽ കാണുന്ന ഓരോരോ കാര്യങ്ങൾ എഴുതാം. അപ്പൊ ആ ചിത്രത്തിൽ ഒരു ട്രീ ഉണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്താം, ഒരു വലിയ ട്രീ ഉണ്ടെങ്കിൽ ദർ ഇസ് എ ബിഗ് ട്രീ ഇൻ ദി പിക്ചർ എന്ന് എഴുതാം അല്ലെ, നമ്മൾ ദർ ഉപയോഗിച്ച് എഴുതി. ഇനി ഒരു സൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ദർ ഇസ് എ സൺ ഇൻ ദി സ്കൈ എന്ന് എഴുതാം അല്ലെ. ഇനി അത്രയും വലുതാക്കി എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ എഴുതിയാലും മതി, ദർ ഇസ് എ സൺ എന്ന് എഴുതിയാൽ മതി, അവിടെ ഒരു സൺ ഉണ്ട് എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി 2 ബേർഡ്സ് ഉണ്ടെങ്കിൽ എന്ത് എഴുതാം, there are 2 birds എന്ന് എഴുതാം അല്ലെ, there are 2 birds flying in the സ്കൈ എന്നുള്ള രീതിയിൽ എഴുതല്ല. അപ്പൊ മക്കൾക്ക് എന്ത് പഠിച്ചാലും മതി മക്കളെ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നുള്ളതും അതുപോലെ തന്നെ ദറും ഉപയോഗിച്ചിട്ട് മക്കൾക്ക് നല്ല രീതിയിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് പറ്റും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയറിന്റെ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പസിൽ കേട്ടോ. പസിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ, നമ്മൾ പാഠഭാഗങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പസിൽ നമുക്ക് എപ്പോഴും ചിലപ്പോൾ കണ്ടുവരാറ് നമ്മുടെ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പൊ അതിന് മക്കൾ എന്താ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും തീം എന്താ എന്നുള്ള കാര്യം മക്കൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ചാപ്റ്റർ തരികയാണെങ്കിൽ എന്താണ് അതിന്റെ കഥ എന്നുള്ളത് മക്കൾ മനസ്സിലാക്കിയാലേ ഇത്തരത്തിൽ പസിൽ നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മക്കൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ തന്നെയുള്ള ഓരോ സെന്റൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് എഴുതണമെങ്കിൽ മക്കൾക്ക് ചാപ്റ്റേഴ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ പസിൽ എപ്പോഴും നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരാറുള്ളത്. അപ്പൊ അത് മക്കൾ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് റിഡിൽസ് പോലെയും പസിൽ വരാറുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നമ്മളോട് പറയാണ്, നമുക്ക് ഈ ആനിമൽസിനും യങ് വൺസിനെയും വെച്ചിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് എഴുതാനായിട്ട് പറ്റും. ഞാൻ ഒരു ആനിമൽ ആണ്, എന്റെ യങ് വണ്ണിനെ കിറ്റൺ എന്നാണ് പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ ആൻസർ വരിക, അതിന്റെ ആൻസർ എന്താണ്, ക്യാറ്റ് ആണ് അല്ലെ. ഇനിയിപ്പോ ഞാനൊരു ആനിമൽ ആണ്, ഞാൻ എന്ത് ചെയ്യും, വീടിനൊക്കെ കാവൽ നിൽക്കും, എന്റെ യങ് വണ്ണിന് പറയുന്ന പേര് പപ്പി എന്നാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് അത് വരുന്നത്, ഡോഗ് ആണ് വരിക അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ റിഡിൽസ് ആയിട്ടും വരാം, ചിലപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്ത് വരാം, പസിൽസ് വരാം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ് കേട്ടോ. അതായത് സംഭാഷണം പൂർത്തിയാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം. അപ്പൊ അത് നമ്മൾ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്തതാണ് അല്ലെ. നമ്മൾ ക്യാനും അതുപോലെ തന്നെ ക്യാനിലും അല്ലെ ക്യാനോട്ടും യൂസ് ചെയ്തുകൊണ്ടൊക്കെ സംഭാഷണം എഴുതാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഹെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിക്കും അതുപോലെ ഒരു ഡെക്ലിങ്ങും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെന്ന് പറയാം. അപ്പൊ ഡെക്ലിങ് എന്ത് പറയും, ഐ ക്യാൻ സ്വിം എന്ന് പറയില്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നീന്താൻ പറ്റും. അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ് ശ്രദ്ധിക്കണം, ഏതാണ്, ക്യാൻ ആണ് യൂസ് ചെയ്തതില്ലേ, CAN. ഐ ക്യാൻ സ്വിം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീന്താനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ചിക്ക് എന്ത് പറയും മക്കളെ, നമ്മുടെ കോഴിക്കുഞ്ഞ് എന്ത് പറയും, എനിക്ക് നീന്താൻ പറ്റും എന്നാണ് പറയാ, അല്ല എനിക്ക് നീന്താൻ കഴിയില്ല എന്നാണ് പറയാ അല്ലെ. എന്താണ്, എനിക്ക് നീന്താനായിട്ട് കഴിയില്ല. അപ്പൊ അതിനെന്താ പറയാ, ഐ കാനോട്ട് സ്വിം എന്നാണ് പറയാ, അല്ലെങ്കിൽ ഐ കാൺ സ്വിം എന്നാണ് നമ്മൾ പറയാ അല്ലെ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീന്താനായിട്ട് അറിയില്ല. അപ്പൊ അത് മക്കൾ ഓർത്തിരിക്കണം. ക്യാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻ വരാം. ഇനിയിപ്പോ നോക്കുകയാണ്, നമ്മുടെ ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ ഡോവില്, അതായത് നമ്മുടെ പ്രാവും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ക്രോ ആയിക്കോട്ടെ ഒരു കാക്ക ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ആണെങ്കിൽ നമ്മുടെ കാക്ക എന്താ പറയും, ഐ ക്യാൻ ഫ്ലൈ എന്ന് പറയില്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറക്കാനായിട്ട് പറ്റും എന്ന് പറയില്ലേ. പക്ഷെ അപ്പൊ നമ്മുടെ ഫിഷ് എന്ത് പറയും, ഐ കാൺ ഫ്ലൈ അല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറക്കാനായിട്ട് പറ്റില്ല. ബട്ട് ഐ ക്യാൻ സ്വിം, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റും എന്ന് പറയൂലേ. അപ്പൊ മക്കള് ക്യാനും അതുപോലെ തന്നെ കാണ്ട് അല്ലെ കാനോട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. അത് അറിഞ്ഞെങ്കിൽ തന്നെ മക്കൾക്ക് അത്തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷൻ വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെയാണ് മക്കൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്ററും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്
പഠിച്ചിരിക്കേണ്ട സ്പെല്ലിംഗ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേർഡ്സിന്റെ ഒക്കെ പേരുകൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മക്കൾ നോക്കിയിട്ട് പോവാ. നിർബന്ധമായിട്ടും അവയുടെ സ്പെല്ലിംഗ് ഒക്കെ എഴുതാനായിട്ട് പഠിക്കട്ടോ. നോക്കിക്കേ മക്കളെ, ഒന്ന് റൂസ്റ്റർ അല്ലെ, റൂസ്റ്റർ, ദെൻ ഡക്ക്, പിന്നെ പീകോക്ക്, പീകോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മയിലാണ് അല്ലെ, ദെൻ ക്രോ, ക്രോ എന്ന് പറഞ്ഞ കാക്ക, പാരറ്റ്, ദെൻ വുഡ് പെക്കർ, വുഡ് പെക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, മരം കൊത്തിയാണ് അല്ലെ, ദെൻ ക്രെയിൻ, ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്രെയിൻ എന്ന് പറയാ അല്ലെ, അതുപോലെ തന്നെ ഹോൺബിൽ അല്ലെ. ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ബേർഡ്സിന്റെ പേരുകളാണ്. അവ അറിഞ്ഞിരിക്കുക. കഴിയുന്നതും മക്കൾ എന്ത് ചെയ്യുക, അവയുടെ ഒക്കെ പേരിന്റെ സ്പെല്ലിംഗ് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് അതിലെ ബേർഡ്സിന്റെ പേരൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എഴുതാനൊക്കെ പറയണ്ടായിരിക്കും. അപ്പൊ മക്കള് അത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേർഡ്സിന്റെ ഇവിടെ തന്നിട്ടുള്ള വേർഡ്സിന്റെ മീനിങ് കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കുന്നതിനാണ് പറയാ. ഫീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തീറ്റൊക്കെ കൊടുക്കുന്നത്. ഒരു മദർ ബേർഡ് എന്ത് ചെയ്യും, തന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യില്ല, അതായത് അതിന് എന്ത് കൊടുക്കും, അതിന് വേണ്ടിയിട്ടുള്ള ആഹാരം കൊടുക്കും അല്ലെ, അതിനെയാണ് ഫീഡിങ് എന്ന് പറയാം. ദെൻ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കാണ്. ദെൻ ലിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പശുവൊക്കെ അതിന്റെ കിടാവിന് അതിന്റെ കുഞ്ഞിനെ ഇങ്ങനെ ലിക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം, അതായത് സ്നേഹത്തോടെ അതിനെ ഇങ്ങനെ നക്കുന്നത് മക്കൾ കാണാറില്ല. അപ്പൊ അതിനാണ് ലിക്കിംഗ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒക്കെ മീനിങ് എന്താണെന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. പിന്നെ വളരെ നമുക്കറിയാം, ജമ്പിങ് എന്ന് പറഞ്ഞാൽ ചാടുകയാണ്, റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടുകയാണ്, സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വേർഡ്സിന്റെ മീനിങ് മക്കൾ അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിലായിരിക്കും തരിക. അതായത് ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചറിൽ എന്താ നടക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കേണ്ടായിരിക്കുക. അപ്പൊ നോക്കിക്കാൻ മക്കളെ, ഒരു കവിനെ അതുപോലെ അതിന്റെ കുഞ്ഞിനെയും തന്നിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ അടിയിൽ ഒരു സെന്റൻസ് ഇരിക്കണം. അപ്പൊ അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് എന്ത് ചെയ്തത്, അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എ കൗ ഡാഷ് ദി കാഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അത് അതിനെ നക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യണം, ആ ഒരു വേർഡ് നമുക്കറിയാം അല്ലെ, ലിക്കിംഗ് എന്നുള്ള വേർഡ് നമുക്കറിയണം. ഇനി ഒരു മദർ ബേർഡ് കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏത് വേർഡ് എഴുതണം, ഫീഡിങ് എന്നുള്ള വേർഡ് എഴുതണം അല്ലെ. അപ്പൊ ഈ വേർഡിന്റെ മീനിങ് അറിഞ്ഞിരുന്നാൽ മാത്രമേ മക്കൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നാളത്തെ എക്സാമിന് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ പഠിച്ചിരിക്കുക. പിന്നെ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പാഠഭാഗം ഓരോന്നും വായിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് മക്കൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറോടെയും മക്കളെ വീഡിയോ കാണാത്ത കൂട്ടുകാർ കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ചാനലിൽ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യം മറന്നു പോകേണ്ട. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കാണ് ഇത്തരത്തിൽ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.